ഹലോ മക്കളെ, മിഷാൻ സാറാണ്. വെൽക്കം ടു എക്സാമിനർ പാർട്ട് 9 വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, പൂർണ്ണാന്തര പ്രതിപതനമാണ്. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ പറയാൻ പോകുന്നത് ഒരു ആഗ്രഹത്തിൻ്റെ കഥയാണ്. ഒരു ലൈറ്റിന് വീണ്ടും ഒരു ആഗ്രഹം. എന്താടാ, ചെറിയ ആഗ്രഹങ്ങളൊന്നുമല്ല. ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ നമുക്ക് എന്തായാലും അതൊന്ന് സാധിച്ചു കൊടുക്കാം. ലൈറ്റിൻ്റെ ആഗ്രഹം എന്താ അറിയോ? പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗത്തു നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഈ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ഭാഗത്തേക്ക് പോകണം. പോയിക്കോട്ടടാ, ആഗ്രഹങ്ങളല്ലേ, നമ്മൾ സാധിച്ചു കൊടുക്കുകയാണ്. അവരങ്ങനെ പോകുകയാണ് പോയിക്കോട്ടെ. എടാ, അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ എന്തുണ്ടടാ, നോർമൽ ഉണ്ട് കേട്ടോ. എക്സാമ്പിളായിട്ട് സാറ് പറയാണ്, ഇതൊരു ഗ്ലാസ് ആണ്, ഇത് എയർ ആണെന്ന് സാറ് പറയാണ്. എടാ, ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി ആണെന്നുള്ളത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, ഈ വീഡിയോൻ്റെ അവസാനം 2 ക്രിട്ടിക്കൽ ആംഗിൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതായത് ഗ്ലാസിൻ്റെ എല്ലാവരും ഓർത്ത് വെക്കുക, അത് 42 ഡിഗ്രിയാണ് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ. എടാ, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഈ ലൈറ്റ് എങ്ങനെ പോവുക? ക്രിട്ടിക്കൽ ആംഗിളിന് പോകുന്ന സമയത്ത് ലൈറ്റ് എങ്ങനെ ഉണ്ടാവുക? ഇവിടുത്തെ ആംഗിൾ എത്ര ഉണ്ടാവുക? 90 ഡിഗ്രി ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ ഇവിടെയുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഈ ആംഗിൾ 90 ആയിരിക്കും. എല്ലാവർക്കും അറിയാം, പ്രശ്നങ്ങളൊന്നുമില്ല. എടാ, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ, ഒരു ആഗ്രഹം പാടെ എനിക്ക്. എടാ, ഈ 42-നേക്കാളും കൂടുതൽ ആംഗിളിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എടാ, 42-നേക്കാളും കൂടുതൽ ആംഗിളിൽ പോയി കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ട് താഴോട്ട് വരും. ഇതിനെന്താ വിളിക്കടാ? ഇങ്ങനെ പോണേന് എന്താ വിളിക്കുക? റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം എന്നല്ല വിളിക്കുക. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിളാ. അപ്പോൾ ആദ്യം ലൈറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം? കൂടുതലുള്ളടത്തുനിന്ന് കുറവുള്ളടത്തേക്ക്. ഫസ്റ്റ് അതാ പഠിക്കണ്ടേ. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻ്റർ ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. കുഴപ്പമൊന്നുമില്ല. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുന്നു. പ്രശ്നങ്ങളില്ല. എങ്ങനെ സഞ്ചരിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയുള്ള ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ കോണിൽ. അപ്പം നമ്മൾ പറയണം, എടാ നോക്കടാ, അറ്റ് എൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാകുമ്പോൾ ശ്രദ്ധിക്കണ. എടാ പതന കോണിൻ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങോട്ട് തിരിച്ചെന്നെ വരും. അതേ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രതിപതിക്കും അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. നോക്കടാ. ഓക്കെ, ദ റേ ടോട്ടലി റിഫ്ലക്റ്റഡ് ബാക്ക്. ടോട്ടലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു ബാക്ക് ടു ദ സെയിം മീഡിയം. അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. മലയാളത്തിൽ പറയും എന്താടാ, അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപതിക്കുന്നുണ്ട്. അതിനെ വിളിക്കും പൂർണ്ണാന്തര പ്രതിപതനം. മക്കളെ, ഇതോടുകൂടിയിട്ട് വീഡിയോ, അവസാനത്തെ വീഡിയോ ആണ് നമ്മൾ അടുത്തത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് 9ാമത്തെ പാർട്ട് 10ാമത്തെ പാർട്ടോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.